പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക, നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. ഈ അവനെ നിന്ദിച്ചത് പിതാവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. പിതാവിനോടൊപ്പം തന്നെയുള്ള മാതാപിതാക്കൾക്ക് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വചനം പറയുകയാണ്, അവൻ അറിവ് കുറവാണ്. പലപ്പോഴും മാതാപിതാക്കൾക്ക് ഈ കാലഘട്ടത്തിലുള്ള മക്കളുടെ അറിവ് അവർക്കില്ല എന്നത് ശരി തന്നെയാണ്. ഈ ലോകത്തിൻ്റെ മേഖലകളെക്കുറിച്ചും പല മേഖലകളെക്കുറിച്ചും മക്കൾക്ക് അറിവുണ്ട്. എന്നാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്രയും അറിവില്ല. അവർക്കത്രയും ലോകപരിജ്ഞാനമില്ല. അവർ ലോകപരിജ്ഞാനമില്ലാതായിപ്പോയതിൻ്റെ പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, അവർ മക്കൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചു. മക്കളെ വളർത്തുന്നതിന് വേണ്ടി, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറ്റപ്പെടുന്നതിന് വേണ്ടി അവരുടെ വിലയേറിയ സമയം മാറ്റിവെച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച അനേകം മാതാപിതാക്കളുണ്ട്. ഒരുപക്ഷെ മക്കളെ സത്യം തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. അവൻ അറിവ് കുറവാണ്. ഇന്ന് പലപ്പോഴും പല മക്കളും പറയുന്നതാണ്, എൻ്റെ അപ്പൻ എന്നെ അറിയാം, എൻ്റെ അപ്പൻ ഒന്നും അറിയത്തില്ല, എൻ്റെ അപ്പൻ ഒന്നും അറിയത്തില്ല. അപ്പൻ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പൻ ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അപ്പൻ ഞങ്ങൾക്ക് തരേണ്ടതൊന്നും തന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ പോലും പ്രതികരിക്കുന്ന അപ്പന്മാരുണ്ട്. പ്രതികരിക്കാതെ കൊണ്ട് ഒന്നും മിണ്ടാതെ കീഴ്പോട്ടും നോക്കി പോകുന്ന അപ്പന്മാരുമുണ്ട്. പ്രതികരിച്ചാൽ അപ്പൻ്റെ കാര്യം പോക്കായി. കാരണം ആ പ്രതികരിക്കാൻ പോയാൽ അന്നു മുതൽ മകനെ സംബന്ധിച്ച് അപ്പൻ മകൻ്റെ ശത്രുവായി മാറ്റപ്പെടും. എന്നാൽ പ്രതികരിക്കാതെ ഒന്നും മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ മക്കളുടെ മാറ്റി നിർത്തലും അവജ്ഞയും ഒക്കെ കേട്ടുകൊണ്ട് ജീവിച്ചു പോകാം. ഇവിടെ പറയണം, അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. ഇന്ന് മക്കളുടെ ജീവിതത്തിൽ ഈ സഹിഷ്ണുതയുണ്ടോ? മാതാപിതാക്കളെ ഓർത്ത് അവരോടുള്ള സഹിഷ്ണുതയുണ്ടോ? പലപ്പോഴും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, പെൺകുട്ടികളാണെങ്കിൽ ഒരു 10 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ പറയും, അമ്മമാരോടെ പറയുള്ളൂ, അപ്പന്മാരോട് പറയല, മമ്മി കൂടുതലൊന്നും പറഞ്ഞ് പഠിപ്പിക്കുമൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന്. ആൺമക്കളാണെങ്കിൽ മൂക്കിൻ്റെ അടി ശകലം മീശയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അപ്പൻ കൂടുതലൊന്നും പറയേണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. എന്തറിയാം? ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, മക്കളെ നിങ്ങൾ മാതാപിതാക്കളോട് സഹിഷ്ണുതയുള്ളവരാകുക. സഹിഷ്ണുത വീണ്ടും പറയുകയാണ്, അവിടുത്തെ വചനം പറയാണ്, നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. ഇന്ന് മാതാപിതാക്കളെ നിന്ദിക്കുന്ന അനേകം മക്കളുണ്ട്. മാതാപിതാക്കൾക്ക് യാതൊരു ബഹുമാനവും കൊടുക്കാതെ കൊണ്ട് മാതാപിതാക്കളെ നിന്ദിക്കുന്ന അനേകം മക്കളുണ്ട്. എന്നാൽ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട്, മാതാപിതാക്കൾ പറയുന്നതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം മക്കൾ, അത്തരത്തിലുള്ള മക്കളുമുണ്ട്. അത് ഓരോ പ്രദേശത്തിൻ്റെയും അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഓരോ പ്രദേശവും ഹൈ റേഞ്ചും ലോ റേഞ്ചും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ ജീവിതശൈലിയും ജീവിതാവസ്ഥകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോ റേഞ്ചിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അന്നെങ്കിൽ 5 സെൻറ്റോ 10 സെൻറ്റോ സ്ഥലത്ത് 2 നില വീടും വെച്ച് ജോലിക്ക് പോകുന്നു. ആ ജോലി കഴിഞ്ഞ് കിട്ടുന്ന പൈസയും കൊണ്ട് സുഖസുന്ദരമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിക്കുന്ന, മറ്റ് അലച്ചലോ ഒന്നുമില്ലാതെ കൊണ്ട് ജീവിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് വലിയ പ്രയാസങ്ങളോ കാര്യങ്ങളോ അവർക്കറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല.
പക്ഷേ മലബാർ മേഖലകളിലും ഹൈറേഞ്ച് മേഖലകളിലും അങ്ങനെയുള്ള മേഖലകളിലൊക്കെ താമസിക്കുന്ന കുടുംബങ്ങളിൽ ഒന്നെങ്കിൽ പശു വളർത്തലായി, ആട് വളർത്തലായി, കോഴി വളർത്തലായി, സ്ഥലം കാണും, പറമ്പിപ്പണിയായി, മുളകുപറിയായി, കാപ്പിക്കുരുപറിയായി, ഇങ്ങനെ 100 കൂട്ടം പണികൾ കാണും. ചിലപ്പോൾ ഒരുപക്ഷെ ഈ പണിയുന്ന അപ്പൻ്റെ അടുത്തേക്ക് മക്കൾ കടന്നു ചെല്ലേണ്ട ഗതികേട് വരും. അങ്ങനെ മക്കളുടെ അടുത്തേക്ക്, അങ്ങനെ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ ജീവിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ കൂടെ പറമ്പിലേക്കൊക്കെ ഇറങ്ങേണ്ട ഗതികേട് വന്നിരിക്കും. അത് പെൺകുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പശുവിനെ നോക്കാനും തൊഴുത്തിലെ തീറ്റയിട്ട് കൊടുക്കാനും ചാണകം വാരാനും തൊഴുത്ത് കഴുകാനും ഒക്കെയുള്ളൊരു സാഹചര്യം പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അവർക്ക് മാതാപിതാക്കളെ അവരനുസരിച്ച് പറ്റൂ. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലും ഹൈറേഞ്ചും മലബാർ മേഖലകളിലും മക്കൾ പണിക്കിറങ്ങാതെ കൊണ്ട് സുഖലോലുപന്മാരായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഓടുന്ന അനേകം കുടുംബങ്ങളുണ്ട് താനും. മക്കളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കാതെ മക്കളെ വളർത്തിക്കൊണ്ട് പോകുന്ന മാതാപിതാക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളോടൊപ്പം അവരെ ചേർത്ത് ജോലി മേഖലകളിലേക്ക് അവരെയും കൂടെ ചേർക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വഴി ചിലപ്പോൾ ഒരുപക്ഷെ നാശത്തിലേക്കായിരിക്കും. കാരണം അവർക്ക് പരിശീലനം കിട്ടുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ്. എല്ലാ മേഖലകളിലും പരിശീലനം കിട്ടുന്നത്. അങ്ങനെ പരിശീലനം കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ള കൃപ ലഭിക്കും. ഞാൻ പ്രിയ സഹോദരങ്ങൾ ഇവിടെ പറഞ്ഞു വന്നത്, നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് എന്നാണ്. ഒരുപക്ഷെ ഇവിടെ ബലവാൻ എന്ന് പറയുമ്പോൾ ശാരീരികമായ ആരോഗ്യം കൊണ്ടുള്ള ബലവാൻ മാത്രമല്ല, ശാരീരികമായ ആരോഗ്യത്തിലുള്ള ബലവാനല്ല. പിന്നെയോ ഇവിടെ ബലവാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണമേ. പലതരത്തിലുള്ള ബലവാന്മാരുണ്ട്. ആത്മീയമായ ബലം ഉള്ളവരുണ്ട്, ഭൗതികമായ ബലമുള്ളവരുണ്ട്, അതുപോലെ തന്നെ വിശ്വാസപരമായി ബലമുള്ളവരുണ്ട്, ഈ ലോകത്തിൻ്റെ അറിവിലൂടെ ലഭിച്ച ബലമുള്ളവരുണ്ട്. ഇങ്ങനെ പല മേഖലകളിൽ ഉള്ളവരുണ്ട്. അപ്പോൾ നീ എത്ര ബലവാനാണെങ്കിലും എത്ര അറിവുള്ളവനാണെങ്കിലും ശരി, ഈ അറിവില്ലാത്ത മാതാപിതാക്കളെ നീ നിന്ദിക്കരുത്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൊന്ന് ചിന്തിച്ച് നോക്കണമേ. ഞാൻ എൻ്റെ മാതാപിതാക്കളെ നിന്ദിച്ച നിമിഷം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ തമ്പുരാനോട് ഒന്ന് മാപ്പ് ചോദിക്കുവാനും അവർക്ക് വേണ്ട കടമകൾ നിർവഹിക്കാതെ കൊണ്ട് ജീവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നുപോയ വേദനകൾ ഒരുപക്ഷെ മക്കളുടെ ജീവിതത്തിലേക്ക് അത് പല തകർച്ചകൾക്കും കാരണമാകുവാൻ സാധ്യതയുണ്ട്. നമുക്കതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. മാതാപിതാക്കൾക്ക് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കണമെന്നും എത്ര ബലവാനാണെങ്കിലും അവരെ നിന്ദിക്കരുതെന്നും അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ പ്രവർത്തനത്തിൻ്റെ പരിണിതഫലമായി മാതാപിതാക്കൾക്ക് നിന്ദനമേൽക്കേണ്ടി വന്ന സാഹചര്യം, അവരുടെ ഹൃദയത്തിനേറ്റ മുറിവുകൾ, അവർക്കുണ്ടായ വേദനകൾ കർത്താവ് അങ്ങയുടെ വേദനയോട് ചേർത്ത് വയ്ക്കുന്നു. കർത്താവ് ഈശോയെ, അവരുടെ മുറിവുകളെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. അവരിലൂടെ നഷ്ടപ്പെട്ടു പോയ സകല അനുഗ്രഹവും ഞങ്ങൾ ഓരോരുത്തരിലേക്കും പുനഃസ്ഥാപിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.